ഹായ് മൈലാഞ്ചി കൈവിരല മഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളായി ഹായ് ഹായ് താളത്തിൽ പാടുകയായി മണിമഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാ പട്ടുറുമാനിത് പാട്ടുറുമാ പട്ടുറുമാനിത് പാട്ടുറുമാ. ജീവിതഗന്ധിയായ ഇശലുകൾ നമുക്ക് സമ്മാനിച്ച പട്ടുറുമാലിന്റെ കഴിഞ്ഞ അധ്യായം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഭാവസാന്ദ്രമായ ഗസലുകളിലൂടെ ഖുർആൻ അനുശാസിക്കുന്ന ഫറല് എന്ന വിശ്വാസ പ്രമാണത്തിലൂടെ പട്ടുറുമാലിന്റെ 6ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ പട്ടുറുമാലിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഏവർക്കും സ്വാഗതം. ഗേറ്റ് വേ ബ്യൂമോൺസ് പട്ടുറുമാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗേറ്റ് വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ് പ്രസന്റഡ് ബൈ മലബാർ TMT. ഉരുക്കിനെ വെല്ലും ഉൾക്കരുത്ത്. നമ്മളിപ്പോൾ 5 ഘട്ടം പിന്നിട്ട് 6ാം ഘട്ടത്തിലേക്ക് പട്ടുറുമാൽ കടന്നു പോകുമ്പോൾ ക്വാർട്ടർ ഫൈനലിൽ 12 മത്സരാർത്ഥികളുമായി മത്സരം തുടരുകയാണ്. ഈ ഘട്ടത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ സാഹിത്യ പ്രാധാന്യം പോലെ തന്നെ സംഗീതത്തിനുള്ള പ്രാധാന്യം അത് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടികൾക്ക്, ഞങ്ങളുടെ മത്സരാർത്ഥികൾക്ക് 2 റൗണ്ടുകളാണ് ഇത്തവണ എടുത്തു കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ റൗണ്ട് ഫറൽ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ തന്നെ ഇസ്ലാമിക സംസ്കാരത്തിൽ നിർബന്ധമാക്കിയ, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ നിർബന്ധമാക്കിയ കാര്യങ്ങൾ. ഈ ഘട്ടത്തിൽ ഫറൽ എന്ന റൗണ്ട് ചിലപ്പോൾ നമ്മളായിരിക്കും ആദ്യമായിട്ട് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. ഫറൽ റൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ഇസ്ലാമിക സംസ്കാരത്തിൽ ഒരു മനുഷ്യന് നിർബന്ധമാക്കിയ കാര്യങ്ങൾ, ഇസ്ലാം കാര്യം 5ഉം ഈമാൻ കാര്യം 6ഉം, ഇങ്ങനെ 6ഉം 5ഉം 11 നിർബന്ധമാക്കിയ കാര്യങ്ങൾ. അത് ഷഹാദത്തുൽ കലിമയിൽ തുടങ്ങി, സത്യവാചകത്തിൽ തുടങ്ങി നമസ്കാരം, ഹജ്ജ്, സക്കാത്ത്, വ്രതാനുഷ്ഠാനം, അങ്ങനെ ഇസ്ലാമിക കാര്യങ്ങൾ 5ൽ നിന്ന് കടന്നു വന്ന് പിന്നെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെ കൊണ്ട് വിശ്വസിക്കൽ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ കൊണ്ട് വിശ്വസിക്കൽ, മരണത്തെ വിശ്വസിക്കൽ, ഇങ്ങനെ തുടങ്ങിയ ആ സത്യം നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളെല്ലാം കുട്ടികൾ പാട്ടിലൂടെ, ഇതിനെല്ലാം പാട്ടുകളുണ്ടെന്നും ആ തിരഞ്ഞെടുപ്പിൽ വളരെ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ 12 മത്സരാർത്ഥികൾക്ക് പാട്ടുകൾ എടുത്തു കൊടുത്തു. ഗ്രൂപ്പ് പഠിച്ചു. അത് നിങ്ങൾ ഒരു വ്യത്യസ്തമാർന്ന റൗണ്ടായിട്ട്, ഈ സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള റൗണ്ടായിട്ട് ഞങ്ങളുടെ കുട്ടികൾ പാടുന്നത് പ്രേക്ഷകർ കേൾക്കാൻ പോവുകയാണ്. 2ാമത്തെ റൗണ്ടായിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത് ഗസൽ റൗണ്ടാണ്. ഗസൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാപ്പിളപ്പാട്ട് പ്രേക്ഷകർക്ക്, ലോകമെമ്പാടുമുള്ള മാപ്പിളപ്പാട്ടിനെ പട്ടുറുമാലിനെ നെഞ്ചിലേറ്റിയ പ്രേക്ഷകർക്ക് പലപ്പോഴും ഞാനൊക്കെ ഗൾഫ് യാത്രകളൊക്കെ നടത്തിയപ്പോൾ ഒരു വിശദീകരണം പലരും എന്നോട് ചോദിച്ചിരുന്നു. ആ വിശദീകരണം ഞാനിപ്പോൾ ഈ എപ്പിസോഡിലൂടെ തരികയാണ്. മാപ്പിളപ്പാട്ടിൽ ഗസലുണ്ടോ എന്നൊരു ചോദ്യമാണ് നിങ്ങൾ അവശേഷിക്കുന്നത്. മാപ്പിളപ്പാട്ടിൽ ഗസൽ എന്ന് പറയുന്ന ഒരു സാഹിത്യശാഖ ഉണ്ടോ എന്ന് ചോദിച്ചാലില്ല. എവിടെയാണ് മാപ്പിളപ്പാട്ടിൽ ഗസൽ വരുന്നത് എന്ന് വെച്ചാൽ, പാട്ടെന്ന് പറയുന്നത് സംഗീതമാണ്, ഈണമാണ് എന്ന് കുട്ടികളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ സാഹിത്യത്തിന് ഒരു പോരായ്മയും ചോർച്ചയും അനുഭവപ്പെടാതെ സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗസൽ എന്ന് പറയുമ്പോൾ മാപ്പിളപ്പാട്ടുകളെ ഗസലീകരിക്കുകയാണ്. അതായത് മാപ്പിളപ്പാട്ടിലെ നല്ല വരികളെ എടുത്ത് കുട്ടികൾ ഗസലിൻ്റെ സ്വഭാവത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർക്കത് വ്യക്തമായി കാണും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല പാട്ടുകൾ അവരുടേതായ മനോധർമ്മം കൂടി ചേർത്തുകൊണ്ട് പാടുമ്പോഴാണ് അത് ഗസലാവുന്നത്. അങ്ങനെ 2ാമത്തെ റൗണ്ട് മാപ്പിളപ്പാട്ടിലെ ഗസലുകൾ. ഞങ്ങളുടെ കുട്ടികൾ, ഞാനൊന്നും പറയുന്നില്ല, കേൾക്കണം നിങ്ങൾ പാടുന്നത്. അവർ അതിമനോഹരമായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ 2ാമത്തെ റൗണ്ടാണ് ഞങ്ങളുടെ 12 കണ്ടസ്റ്റൻസിന് കൊടുത്തിട്ടുള്ളത്. ഈ 2 റൗണ്ടും മികവാർന്ന റൗണ്ടുകളായി മാറുമെന്ന് എനിക്കും എൻ്റെ കോജഡ്ജസിനും എല്ലാം തീർത്തും വിശ്വാസമുണ്ട്. എല്ലാ കുട്ടികൾക്കും എല്ലാ ബ്ലെസ്സിങ്സും നേർന്നുകൊണ്ട് ഈ റൗണ്ടുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കട്ടെ. വെൽക്കം ബാക്ക് ടു ഗേറ്റ് വേ ബ്യൂമോൺ പട്ടുറുമാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഗേറ്റ് വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ് പ്രസന്റഡ് ബൈ മലബാർ TMT. ഉരുക്കിനെ വെല്ലും ഉൾക്കരുത്ത്. ക്വാർട്ടർ ഫൈനൽസിലെ ആദ്യ ഗാനമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഒരു മനോഹരമായ ഗസലുമായി നമുക്ക് മുന്നിലെത്തുന്നു നൂർഷ. ഗസൽ റൗണ്ടാണ്. ഇപ്പം ക്വാർട്ടർ ഫൈനൽസിലെ മത്സരങ്ങൾ ആരംഭിച്ചു. ടെൻഷനൊക്കെ കൂടുതലായിരിക്കുമല്ലോ പൊതുവെ? കുറച്ച്. ഇപ്പം അറിയാം
മനോഹരമായ നല്ല നല്ല പാട്ടുകൾ നമുക്ക് വേണ്ടി പാടിത്തരുന്ന ഒരാളാണ്. ഇന്ന് ഏത് പാട്ടാണ് പാടുന്നത്? ഇറയോനെ പെരിയോനെ എന്ന് പറഞ്ഞ ലിസൺ. എന്തായാലും നന്നായി തന്നെ പാടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നൂർഷ, ചേച്ചി. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനം തന്നെയായിരുന്നു. ഇതിന്റെ ജഡ്ജ്മെന്റ് നമുക്ക് ആധികാരികമായിട്ട് ചോദിച്ചറിയാം. ഫിറോസ്ക. നൂർഷ, ഇപ്പോ കടന്നു വന്ന് ക്വാർട്ടർ ഫൈനലിൽ നിൽക്കുന്നു അല്ലേ? ക്വാർട്ടർ ഫൈനലിൽ മോള് പാടിയത് ഗസൽ റൗണ്ടിലാണ്. ഗസൽ റൗണ്ടിൽ ആദ്യത്തെ പാട്ടെന്ന നിലയിൽ മോൾ എടുത്ത് പാടിയത് മാപ്പിളപ്പാട്ടിൽ ഒരുപാട് പാട്ടുകൾ എഴുതി പ്രശസ്തനായ ബാപ്പു വള്ളിപ്പറമ്പിൻ്റെ വരികൾ അല്ലേ? TC കോയ എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരനായ തബലിസ്റ്റും സംഗീത സംവിധായകനുമായിരുന്ന, ഞാനൊക്കെ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾ. കോയക്കയുടെ ഈണം. കോയക്ക ഇപ്പോൾ ഗൾഫൊക്കെ വിട്ട് സജീവമായിട്ട് നാട്ടിൽ ഹാർമോണിസ്റ്റായിട്ട്, ഗസലുകൾക്ക് ഹാർമോണിസ്റ്റായിട്ട് ഇപ്പോൾ ഒരുപാട് പരിപാടികൾക്ക് പോകുന്നുണ്ട്. നമ്മുടെ പ്രശസ്തനായ, ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട, വളരെ വിനയം കൊണ്ട് വളരെ താഴെ നിൽക്കുന്ന ഒരു പാട്ടുകാരനാണ് സതീഷ് ബാബുവേട്ടൻ. ബാബുവേട്ടൻ പാടിയ മനോഹരമായൊരു പാട്ട് മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഗസൽ റൗണ്ടിൽ ആദ്യത്തെ പാട്ടെന്ന നിലയിൽ അതിൽ ചില എലമെൻറ്റുകളൊക്കെ നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടാവുമായിരുന്നു. ആ നിലയിൽ നോക്കുമ്പോൾ മോള് മനോഹരമായിട്ട് തന്നെ പാടി കേട്ടോ. പിന്നെ ആദ്യമായിരിക്കും അല്ലേ ഇങ്ങനെ കസേരയിൽ ഇരുന്ന് പാടുന്നവരൊക്കെ ഒരു അനുഭവം? നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് തന്നെ ചിലപ്പോൾ ആദ്യമാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തു എന്ന് ചോദിച്ചാലില്ല. മോള് മനോഹരമായിട്ട് അതിൻ്റെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവാം, മനസ്സിലിങ്ങനെ ഒരു പേടി, എന്നാലും നന്നായിട്ട് തന്നെ പാടി. ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ നമ്മളതിൻ്റെ ഈ രാഗത്തിൻ്റെ സ്വഭാവത്തിലേക്കൊന്നും വല്ലാതെ ആഴ്ന്നിറങ്ങി മാപ്പിളപ്പാട്ടുകളായതുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ സംഗതികൾ, കർണാടക സംഗീതത്തിൽ നിന്ന് ഹിന്ദുസ്ഥാനി ശൈലിക്കുള്ള വ്യത്യാസം, കർണാടക സംഗീതം വൃഗകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഹിന്ദുസ്ഥാനി ശൈലി പ്ലേസ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്നു. സ്ഥാനങ്ങൾ കാണിച്ച് പാടുക എന്നുള്ളതാണ് പ്ലേസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഹിന്ദുസ്ഥാനി ശൈലിയുടെ, അതിൻ്റെ ഭാഗമാണല്ലോ ഗസൽ. അപ്പോൾ ആ നിലയിൽ നമ്മൾ ഈ പാട്ടുകളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പാടുമ്പോൾ മോൾ ആ കാര്യത്തിലും നല്ലൊരു പരിധി വരെ വിജയിച്ചു കേട്ടോ. നന്നായിട്ട് തന്നെ പാടി, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ പാട്ടിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്, കോയക്കയുടെ കഴിവാണ് ആ പാട്ടിൽ തെളിഞ്ഞ് കാണുന്നത് അല്ലേ? സംഗീത സംവിധായകൻ്റെ ബാബുവേട്ടൻ മനോഹരമായിട്ട് ആലപിച്ചതാണ്. പിന്നെ അതിൽ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളൊക്കെ ഇപ്പോൾ സതീഷ് ബാബുവേട്ടൻ ഇത് കേൾക്കുകയാണെങ്കിൽ ഇതിൽ സ്വരം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ബാബുവേട്ടൻ സംശയിക്കും. പക്ഷെ അവരത് പൊറുക്കും. എന്താ കാരണം? നിങ്ങൾ പാടുന്നത് ഗസൽ റൗണ്ടിലാണ്. ഷോകൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ കുട്ടികൾക്ക് അവരുടെ ടാലൻറ്റ് കാണിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഹമ്മിങ്, ആലാപ്പ്, സ്വര ക്രമങ്ങളൊക്കെ പാടേണ്ടി വരും. ആ നിലയിൽ മാത്രമാണ് നമ്മളതിനെ പാട്ടിനെ ദോഷം വരുത്താതെ ചെയ്തത്. പിന്നെ എവിടെയോ ഒരു ഇറയോ ഒരു സ്ഥലത്ത് നേന്ന് മുറിഞ്ഞു പോയി, അത് മുറിയാതെ പാടണം അല്ലേ? മുറിഞ്ഞില്ലേ? സുബ്ഹാനെ അല്ലേ? അപ്പോൾ അത് മുറിയാതെ ബ്രത്ത് എടുത്ത് ശ്രദ്ധിച്ച് വേണം നമ്മൾ പാടാൻ. പിന്നെ ഇറയോനെ എന്നൊരു സ്ഥലത്ത് ഇംപ്രവൈസ് ചെയ്ത് പാടില്ലേ? അതെവിടെയായിരുന്നു ഒന്ന് പാടിയത്? റൈറ്റ്. അത് മോൾ ആ പാടിയത് കറക്റ്റ് ഒരു സംഗതിയാണ്. ഹിന്ദുസ്ഥാനിയുടെ അത് എങ്ങനെ വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അത് ഹിന്ദുസ്ഥാനിയിൽ പാടുന്ന ഒരു സംഗതിയാണ്, അത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഗസലുകൾക്കൊക്കെ അങ്ങനെ പാടുന്നതിന് പ്രാധാന്യമുണ്ട്. ഒന്നുമില്ല പാടിയതിൽ അല്ലേ? ഈറയോ എന്നല്ലേ പാടിയിട്ടുള്ളൂ, പക്ഷെ അത് മനോഹരമായിരുന്നു അങ്ങനെ പാടിയത്. അപ്പം പെട്ടെന്ന് കേൾവിക്കാരന്, ഏത് ആസ്വദിക്കുന്നവനും ഒരു സുഖം അനുഭവപ്പെടും. ആ സുഖം ഒരു വിധികർത്താവ് എന്ന നിലയിൽ എനിക്കും അനുഭവപ്പെട്ടു. മോളതൊക്കെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. നജീമുക്ക, ക്വാർട്ടർ ഫൈനലാണ് അല്ലേ? ഗസൽ റൗണ്ടാണ്. അപ്പോൾ ഈ റൗണ്ട് ഇപ്പോൾ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒക്കെ പറഞ്ഞ പോലെ മാപ്പിളപ്പാട്ടിൽ ഗസൽ എന്നൊരു സംഭവം ഇല്ല. പക്ഷേ ഈ റൗണ്ടിലൂടെ, കാരണം നമ്മൾ മാപ്പിളപ്പാട്ടുകൾ ഗസൽ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ കഴിവാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടി വരുന്നത്. ക്വാർട്ടർ ഫൈനലായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഗൗരവമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ റൗണ്ട് വെച്ചിരിക്കുന്നത്. നൂർഷ കുഴപ്പമില്ലാണ്ട് പാടി, കുഴപ്പമില്ല. പക്ഷേ അത്ര അങ്ങോട്ട് എനിക്ക് ഇമ്പ്രസീവ് ആയിരുന്നില്ല കേട്ടോ. ഫസ്റ്റ് ഹമ്മിങ് ഒക്കെ ഫുൾ പോയി. ഒരു കറക്റ്റൊരു, കാരണം നമ്മൾ ആ ഒരു എന്താണ് ഒരു ഗസൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കറക്റ്റൊരു ട്രാക്കിലായിരുന്നില്ല നൂർഷ. മിക്കവാറും ചില നല്ല പാട്ടാണ് എടുത്തത്, നല്ലൊരു കോമ്പോസിഷനാണ് സെലക്ട് ചെയ്തത്. സതീഷ് ബാബുവേട്ടൻ പാടിയിട്ടുള്ള മനോഹരമായൊരു പാട്ടാണ്. TC കോയ സാറാണ് അതിൻ്റെ മ്യൂസിക്, ബാപ്പു വള്ളിപ്പറമ്പ് ഒക്കെയാണ് അതിൻ്റെ ലിറിക്ക്. നല്ല പാട്ടാണ്, നല്ല കേൾക്കാൻ നല്ല സുഖമുള്ള പാട്ടാണ്. ഇത് സെലക്ട് ചെയ്തതിൽ നല്ലൊരു സന്തോഷമുണ്ട് പാട്ട്. പക്ഷേ അതങ്ങോട്ട് കറക്റ്റായിട്ട് എനിക്കങ്ങോട്ട് അത്ര അങ്ങോട്ട് ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം ക്വാർട്ടർ ഫൈനലാണ്, നമ്മൾ കൂടുതൽ ഇനി മുന്നോട്ട് പോകണം, നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അടുത്ത ഒരു റൗണ്ട് കൂടെ ഉണ്ട്. നല്ലവണ്ണം നല്ല സോങ് സെലക്ട് ചെയ്ത് നല്ലവണ്ണം പാടാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
താങ്ക് യു നജീമുക്ക. ഇനി നമുക്ക് നമ്മളുടെ പുതിയ ജഡ്ജിൻ്റെ അടുത്ത് ചോദിക്കാം. മൃദുല. ഹായ് നൂർഷ. ഹായ് ചേച്ചി. ആദ്യം തന്നെ ക്വാർട്ടർ ഫൈനൽസിലെത്തിയതിന് വലിയൊരു കൺഗ്രാറ്റ്സ് പറയാണ്. എനിക്ക് തോന്നുന്നു ക്വാർട്ടർ ഫൈനലിൽ എത്തിയതുകൊണ്ടാണെന്ന് തോന്നുന്നു മോൾക്ക് ചെറിയൊരു ടെൻഷൻ ഫേസിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സിംഗിങ്ങിലും കുറച്ച് ഉണ്ടായിരുന്നു. നല്ല ശബ്ദമാണ് ആദ്യം തന്നെ പറയാണ്. എനിക്ക് തോന്നുന്നു ഈ ടെൻഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു ഈ അനുപല്ലവി പാടുന്ന സമയത്തൊക്കെ പല്ലവി അനുപല്ലവി ഒക്കെ കുറച്ച് ടെൻസ്ഡ് ആയിട്ടാണ് പാടിയത്. ചെറിയൊരു സ്ലിപ്പും അനുപല്ലവിയിൽ വന്നു. പിന്നെ ചരണമായപ്പോഴാണ് ഒരു ഗ്രിപ്പ് കിട്ടിയത് പാടാൻ വേണ്ടിയിട്ട്. ചരണം കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അനുപല്ലവി കമ്പയർ ചെയ്യുമ്പോൾ ചരണം കുറച്ചുകൂടെ നന്നായിരുന്നു. ഫീൽ വൈസ് കുറച്ചുകൂടെ ഫീലും ചരണത്തിൽ എനിക്ക് തോന്നി. ഈ പാട്ട് ശരിക്കും നല്ലൊരു ഭക്തി രസമുള്ളൊരു ഗസലാണ്. സതീഷ് ബാബു സാറാണ്, കോഴിക്കോട്ടുകാരനാണ്. ഞാനും കോഴിക്കോട്ടുകാരിയാണ്. അപ്പോൾ സതീഷ് ബാബു സാർ വളരെ മനോഹരമായിട്ട് പാടിയൊരു ഭക്തിരസമുള്ള ഗസലാണ്. അപ്പോൾ അത് ശരിക്കും ഫീൽ ചെയ്ത് പാടാൻ ഒരുപാട് സാധ്യത ഉള്ള ഒരു ഗസലായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടെ ഫീൽ കൊണ്ടുവരായിരുന്നു മോൾക്ക് സിംഗിങ്ങിൽ. പിന്നെ നേരത്തെ ബാബു സാറും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രെത്ത്. ഇപ്പോൾ വാക്കുകൾ നമ്മൾ ഇപ്പോൾ ഇറയോനെ സുബ്ഹാനെ എന്നൊക്കെ പറയുമ്പോൾ അതൊരു പഞ്ച് വേർഡാണ്. അപ്പം ഭക്തിയല്ലേ. അപ്പോൾ ആ വേർഡൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് മോള് കുറച്ചുകൂടെ സൂക്ഷിക്കണം. കട്ട് ചെയ്യാതെ തന്നെ പാടണം. ബ്രെത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് ബ്രെത്ത് എടുക്കേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം സ്റ്റേജിലേക്ക് വരാനായിട്ട്. നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് ടെൻഷനൊക്കെ ഒഴിവാക്കി കൂളായിട്ട് പെർഫോം ചെയ്യാൻ നോക്കൂ. എന്തായാലും നല്ല കോസ്റ്റ്യൂമൊക്കെ ആയിരുന്നു. നല്ല സുന്ദരി കുട്ടിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മൃദുല. നൂർഷ, ഒരുവിധം കുഴപ്പമില്ലാത്ത അഭിപ്രായങ്ങളൊക്കെയാണ് കിട്ടിയത് അല്ലേ? ഇനിയിപ്പോൾ മാർക്സ് ചോദിച്ചാലോ? ഓക്കെ, നമുക്ക് മൃദുലയിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താ മൃദുല, ഔട്ട് ഓഫ് 30? 27. 27 on 30. ഫിറോസിക്ക? മോൾക്ക് എൻ്റെ മാർക്ക് ഓൺ 40, 38. 38. നജീമുക്ക? അടുത്ത റൗണ്ടിൽ നല്ലൊരു പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേട്ടാ, മാർക്ക് കുറയുന്നുണ്ട് ഒന്നും തോന്നരുത്. നല്ല പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 26.5. 26.5 out of 30. And the total is 91.5. നല്ല മാർക്സാണ് അല്ലേ? എനിക്ക് തോന്നുന്നത് ക്വാർട്ടർ ഫൈനൽസ് ആയതുകൊണ്ടായിരിക്കും കുറച്ചുകൂടെ വിഷമം കൂടിയത്. 91 എന്നുള്ള മാർക്കൊക്കെ വന്നപ്പം ഇതിനേക്കാളും ബെറ്റർ ആക്കായിരുന്നു അല്ലേ? ഓക്കെ, എന്തായാലും ഇത്രയും നന്നായി പാടിയതല്ലേ, ഇനി പാടേണ്ടതല്ലേ. നമുക്കൊരു ഗിഫ്റ്റ് തരാം. നൂർഷയ്ക്ക് റീഹ വെഡിങ് സെന്റർ, ലോഗൻസ് റോഡ്, തലശ്ശേരി നൽകുന്ന ഒരു ഗിഫ്റ്റാണ് ലഭിക്കുന്നത്. താങ്ക് യു നൂർഷ. പട്ടുറുമാലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഫറൽ റൗണ്ടിൽ പാടുവാനായി എത്തുന്നു ഷെജീർ. കഴിഞ്ഞ പ്രാവശ്യത്തെ റൗണ്ടുകളിൽ കണ്ടതിനേക്കാളും വളരെയധികം വ്യത്യസ്തതയോടെയാണ് പാട്ടിലല്ല കാണാൻ വന്നിരിക്കുന്നത്. പാട്ടിലാണോ എന്നുള്ളത് നമ്മുടെ റൗണ്ട് കഴിഞ്ഞിട്ട് അറിയുള്ളൂ. താടിയും മീശൊക്കെ വെച്ച് ഭയങ്കര മെച്ചുവേർഡായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പാട്ടിലും അത് പ്രതീക്ഷിക്കുന്നു. നന്നായി പ്രിപ്പയർ ആയിട്ടുണ്ടല്ലോ. നന്നായി തന്നെ പാടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. عليها فان ويبقى وجه ربك ذي الجلال والإكرام.
ചുണ്ടത്ത് അസ്രായേൽ വന്നണയുന്നൊരു നേരത്ത് സുബ്ഹാനല്ലാഹ് ആരാരുണ്ട് നിൻ തുണയായി ചാരത്ത് റഹ്മാനല്ലാഹ് അസ്രായേൽ വന്നണയുന്നൊരു നേരത്ത് സുബ്ഹാനല്ലാഹ് ആരാരുണ്ട് നിൻ തുണയായി ചാരത്ത് റഹ്മാനല്ലാഹ് ചലനമറ്റു കിടന്നല്ലോ നിൻ പയ്യത്ത് ചാരത്തായി അണഞ്ഞല്ലോ നിൻ ബന്ധുക്കൾ ചലനമറ്റു കിടന്നല്ലോ നിൻ മയ്യത്ത് ചാരത്തായി അണഞ്ഞല്ലോ നിൻ ബന്ധുക്കൾ ആരടി മണ്ണിലേക്ക് നീയും പോകൂലേ ആരടി മണ്ണിലേക്ക് നീയും പോകൂലേ അന്ധതയേറിയ കബറിനുള്ളിൽ കിടക്കൂലേ കിടക്കൂലേ അസ്രായേൽ വന്നണയുന്നൊരു നേരത്ത് സുബ്ഹാനല്ലാഹ് ആരാരുണ്ട് നിൻ തുണയായി ചാരത്ത് റഹ്മാനല്ലാഹ് അസ്രായേൽ വന്നണയുന്നൊരു നേരത്ത് സുബ്ഹാനല്ലാഹ് ആരാരുണ്ട് നിൻ തുണയായി ചാരത്ത് റഹ്മാനല്ലാഹ് മലക്കുകളപ്പോൾ ചോദ്യവുമായി എത്തൂലേ മൻറബ്ബുക എന്നൊരു ചോദ്യം ഉയരൂലേ മലക്കുകളപ്പോൾ ചോദ്യവുമായി എത്തൂലേ മൻറബ്ബുക എന്നൊരു ചോദ്യം ഉയരൂലേ നന്മയും തിന്മയും എല്ലാം മാറ്റിമറിക്കൂലേ നന്മയും തിന്മയും എല്ലാം മാറ്റിമറിക്കൂലേ നന്മകളേറെ ഉള്ളവർ വിജയികളാകൂലേ ആകൂലേ അസ്രായേൽ വന്നണയുന്നൊരു നേരത്ത് സുബ്ഹാനല്ലാഹ് ആരാരുണ്ട് നിൻ തുണയായി ചാരത്ത് റഹ്മാനല്ലാഹ് അസ്രായേൽ വന്നണയുന്നൊരു നേരത്ത് സുബ്ഹാനല്ലാഹ് ആരാരുണ്ട് നിൻ തുണയായി ചാരത്ത് റഹ്മാനല്ലാഹ് ആകുലനായി നീ നിൽക്കുന്നൊരു സമയത്ത് ആ തിരു തൗഹീദിൻ വചനം ചുണ്ടത്ത് അസ്രായേൽ വന്നണയുന്നൊരു നേരത്ത് സുബ്ഹാനല്ലാഹ് ആരാരുണ്ട് നിൻ തുണയായി ചാരത്ത് റഹ്മാനല്ലാഹ് അസ്രായേൽ വന്നണയുന്നൊരു നേരത്ത് സുബ്ഹാനല്ലാഹ് ആരാരുണ്ട് നിൻ തുണയായി ചാരത്ത് റഹ്മാനല്ലാഹ് ഷജീർ, ചേച്ചി നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. താങ്ക് യു. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, കാരണം ഫസ്റ്റ് റൗണ്ട് ആണ്. കൂടുതൽ ആധികാരികമായിട്ട് നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് നിന്ന് അറിയണം അല്ലേ? തീർച്ചയായും. നജീമുക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഫറൽ റൗണ്ടാണ്. അതെ, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇസ്ലാമിന് അനുവർത്തിക്കേണ്ട
കാര്യങ്ങൾ അല്ലേ, പ്രതിപാദിക്കുന്ന സോങ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് മരണത്തെക്കുറിച്ചുള്ളൊരു പാട്ടാണ് അല്ലേ, നല്ല വരികളാണ്. ഇബ്രാഹിം കാരക്കാട്ട് സാറിൻ്റെ മനോഹരമായ ലിറിക്സ്, നല്ല പാട്ടാണ് കേട്ടോ, നല്ല കോമ്പോസിഷനൊക്കെയാണ്. ഷജീറിന് കഴിഞ്ഞ റൗണ്ടിന് നല്ല പാടിയ ഒരാളാണ് അല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷയ്ക്ക് അപ്പുറം പാടിയ ഒരാളാണ്. പക്ഷെ ഈ പാട്ട് എനിക്ക് നല്ല പാട്ടാണ്, പക്ഷേ ആ വിരുത്തം പാടിയതൊക്കെ കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷെ എങ്കിലും അതിൽ പാടിയ മിക്കവാറും സംഗതികളൊക്കെ വഴുതിപ്പോയിരുന്നു. എനിക്ക് ആകെ കൂടെ ഇഷ്ടപ്പെട്ട ഭാഗം അനുപല്ലവിയിലുള്ള മയ്യത്ത്, ആ ബന്ധുക്കൾ, അവിടെ ഒരു സംഗതിയില്ലേ, അത് രണ്ടിടത്തും ഫസ്റ്റ് ചരണത്തിലും നന്നായിട്ട് പാടി, സെക്കൻഡ് ചരണത്തിലും നന്നായിട്ട് തന്നെയാണ് പാടിയത്. പിന്നെ എനിക്ക് തോന്നുന്നു ബേസ് റേഞ്ചാണെന്ന് തോന്നുന്നു, ഇത് കുറച്ചുകൂടെ ഒന്ന് പിച്ച് ശ്രുതി കൂട്ടിക്കഴിഞ്ഞാലേ എനിക്കത് ഫീൽ ചെയ്യുന്നത്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടും താഴെ കിടന്ന് പാടാനേ, ഒരു ഘട്ടം കൂടെ കൂട്ടിക്കഴിഞ്ഞാലേ അസ്രായീൽ വന്നണയുന്നൊരു നേരത്ത് സുബ്ഹാനല്ലാഹ് ആരാരുണ്ട് നിൻ തുണയായി ചാരത്ത്, റഹ്മാനല്ലാഹ് ആകുലനായി നീ നിൽക്കുന്നൊരു സമയത്ത് ആ തിരു തൗഹീദിൻ വചനം നിൻ ചുണ്ടത്ത്. കേട്ടോ ഇപ്പൊ നന്നായിട്ട് പാടാൻ പറ്റുന്നുണ്ട്. അത് നേരത്തെ നമുക്കത് കറക്റ്റായിട്ട് രജിസ്റ്റർ ആയില്ല. കുറച്ചുകൂടെ ഒരു പ്രസൻസ്, ആ പാട്ടിൻ്റെ ഒരു സോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയേനെ ഈ ഒരു ശ്രുതിയിൽ പാടിയിരുന്നെങ്കിൽ. അതുമാത്രമാണ്, നല്ല പാട്ടാണ്, പക്ഷേ അത് കറക്റ്റായിട്ട് റെൻഡർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു സംഗതി ഒക്കെ ആയിരുന്നു കേട്ടോ, ഇടയ്ക്കുള്ള ഒരു അതൊഴിച്ചിട്ട് ബാക്കിയൊന്നും ശ്രുതി കൂടെ കൂടിയിരുന്നെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് വലിയ മൊത്തത്തിലൊരു മുഴക്കം, ഒരു ബൂം പോലെ തോന്നി. അതാണ് കേട്ടോ, നല്ലതായിട്ട് കറക്റ്റായിട്ട് ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് വരിക അടുത്ത റൗണ്ട് ആയാൽ പോലും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നജീമുക്ക. ഫിറോസ്ക ഇനിയും വേണമെങ്കിൽ പാടാം, അരനോട്ട് കൂടി മുകളിലേക്കൊക്കെ പാടാം ഷജീറിന്. ഷജീർ ഹൈ പാടുന്ന ആളാണ്. ഈ പാട്ടിൻ്റെ സ്വഭാവം കൃത്യമായിട്ട് ആ ശ്രുതിയിലാണ് വരിക എന്നാണ് നജീം പറഞ്ഞതുകൊണ്ട്. കൃത്യമായ വരികൾക്ക്, അതാണല്ലോ വരികളെക്കുറിച്ച് പറഞ്ഞിട്ട് അതിലേക്ക് നജീം വന്നത് അല്ലേ. ഈ വരികൾ നമ്മളിലേക്ക്, കേൾവിക്കാരിലേക്ക് കൃത്യമായിട്ട് എത്തണമെങ്കിൽ അല്ലേ, അതാണ് വിഷയം. കാരണം അതിൻ്റെ മ്യൂസിക് വരെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു മ്യൂസിക്കാണ്. ഭയപ്പെടുത്തുക ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ഇതിലല്ല അല്ലേ, അതാണ് അതിൻ്റെ ആ വിഷയം, അതാണ് നമ്മളെ അല്ലേ. അതായത് മോൻ പാടിയത് ഫറലാണ് നമ്മുടെ റൗണ്ട് അല്ലേ. ഒരു മുസൽമാന് നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ ഇസ്ലാം കാര്യം മാറി ഈമാൻ കാര്യത്തിലെ അഞ്ചാമത്തെ കാര്യം അല്ലേ. എന്താണത് അഞ്ചാമത്തെ കാര്യം? അവസാന നാൾ കൊണ്ട് വിശ്വസിക്കൽ അല്ലേ, മരണം കൊണ്ട് വിശ്വസിക്കൽ. അതാണ് ഈമാൻ കാര്യത്തിലെ അഞ്ചാമത്തെ കാര്യം. ഈമാൻ കാര്യം എത്ര കാര്യങ്ങളാ? 6. ഇസ്ലാം കാര്യം എത്ര കാര്യങ്ങളാ? 5. അപ്പൊ ഈമാൻ കാര്യത്തിലെ അഞ്ചാമത്തെ കാര്യമായിട്ട് പരാമർശിക്കുന്ന മരണം കൊണ്ട് അല്ലെങ്കിൽ അവസാന നാൾ കൊണ്ട് വിശ്വസിക്കൽ അല്ലേ. അതെന്താണ്? അതിന്റെ വിശദീകരണം എന്താ? ഇസ്രാഫീൽ അലൈഹിസ്സലാം, ആ മലക്ക് സൂർ എന്ന കാഹളം ആദ്യം മുഴക്കുന്നു അല്ലേ. ആദ്യത്തെ സൂർ എന്ന കാഹളം മുഴങ്ങുമ്പോൾ അല്ലേ, ഞാൻ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടാണ് പറയുന്നത്, ലോകം നശിക്കും അല്ലേ. വീണ്ടും സൂർ എന്ന കാഹളം ഒന്നുകൂടി മുഴങ്ങുമ്പോൾ മരിച്ച മനുഷ്യരെല്ലാം ഉയർത്തപ്പെടും. തുടർന്ന് എന്താണ്? വിചാരണ. ആ വിചാരണയിൽ ശരി ചെയ്തവർ സ്വർഗത്തിലേക്കും തെറ്റ് ചെയ്തവർ നരകത്തിലേക്കും. ഇതാണ് അല്ലേ, അതാണ് കൃത്യമായിട്ട് നമ്മൾ ആ പരാമർശിച്ച സംഗതി. അതാണ് മോന്. പിന്നെ മോൻ അവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ഖബറടക്കി കഴിഞ്ഞാൽ, അതിൻ്റെ മുന്നേ ഉള്ള കാര്യങ്ങൾ ഖബറടക്കി കഴിഞ്ഞാൽ ആര് വരും? മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം, 2 മലക്കുകളാണ് ചോദ്യം ചെയ്യാൻ വരുന്നത് അല്ലേ. മൻ ദീനുക്ക, മൻ റബ്ബുക്ക എന്ന ചോദ്യങ്ങളൊക്കെയാണ് അല്ലേ. അതിനൊക്കെ നമ്മൾ ഉത്തരം പറയണമെന്നാണ്, അതൊക്കെ നമുക്കറിയാം, നമ്മൾ മദ്രസ പഠിച്ച കാര്യങ്ങളാണ്. ഇതാണ് മോൻ ഇതിൽ പരാമർശിച്ചത് അല്ലേ. അത് കൃത്യമായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആളുകളിലേക്ക് കാര്യങ്ങൾ. ഇനി ഷജീറിൻ്റെ പാട്ടിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നജീമ പറഞ്ഞത്, അവിടുന്ന് ഞാൻ തുടങ്ങുന്നത്. മേലെ പാടിയിരുന്നെങ്കിൽ ഈ പാട്ട് ഒന്നുകൂടി ഭംഗിയാവുമായിരുന്നു. ഞങ്ങൾക്ക് ബേസ് വല്ലാതെ ഫീൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ സ്വഭാവമൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ഈ ഒരു റൗണ്ട് എന്ന നിലയിൽ ഇതിൻ്റെ രാഗവും താളവും ഒന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ശരിയാണ്. എന്നാലും പാട്ടായതുകൊണ്ട് പറയണം. മുൻ പാടിയ പാട്ടിൻ്റെ ഒരു സ്വഭാവം കേട്ടോ, പൂർണ്ണമായിട്ടല്ല, രേവതി എന്ന രാഗത്തിൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മൾ കുടജാദ്രിയിൽ, പിന്നെ നമ്മൾ ശ്രീലതികകൾ, ഈ പാട്ടുകളൊക്കെ കേട്ടില്ലേ, മാഷുടെയൊക്കെ, അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. ആ രാഗത്തിൻ്റെ സ്വഭാവമാണ് അത്. അതിൻ്റെ അനുപല്ലവിയുടെ എൻഡിലൊരു ആലാപ് പാടിയില്ലേ, അവിടെ അത് മൊത്തം വേറെന്തോ രാഗമായിപ്പോയി. ബാക്കി ഭാഗങ്ങളൊക്കെ നജീമ് പറഞ്ഞ ഭാഗം തന്നെയാണ് എനിക്കും ഇഷ്ടപ്പെട്ടത്. അനുപല്ലവിയിൽ നമുക്കൊരു വല്ലാത്ത വികാരം ഉണ്ടാക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ.
അതേതായിരുന്നു ആ മൂന്നാമത്തെ ലൈൻ? ആറടി മണ്ണിലേക്ക് നീ മറുലേ എന്നൊക്കെ പാടില്ല. അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു വല്ലാത്ത വികാരമാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. അത് ആ പ്ലേസ്മെന്റ് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അതല്ലേ, അത് മ്യൂസിക് ഡയറക്ടറുടെ കഴിവ് തന്നെയാണ് തീർച്ചയായിട്ടും. നല്ല ഇത് നമ്മുടെ പട്ടുറുമാലിലെ പഴയ വിന്നറായ ഷമീറാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മുടെ ഒരു ഭാഗം തന്നെയായ അഷ്റഫ് മഞ്ചേരിയാണ് പാട്ടിൻ്റെ ഈണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. എന്നാലും ഞാൻ തീരെ മോശമൊന്നുമല്ല പറഞ്ഞത്. നമ്മൾ എത്തി നിൽക്കുന്നത് ഫസ്റ്റ് ഷെഡ്യൂളിലല്ല, ക്വാർട്ടർ ഫൈനൽ നടക്കുന്ന ഒരു ഷെഡ്യൂളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ ഗൗരവത്തിലെങ്കിലും ഞങ്ങൾ പറഞ്ഞിരിക്കണം. താങ്ക് യു ഫിറോസിക്ക. മൃദുല? ഉഗ്രൻ സോങ് ആയിരുന്നു കേട്ടോ, നല്ല സോങ് സെലക്ഷൻ. എന്താ പറയുക, വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഈ പാട്ടിന്. ഭയങ്കര ടഫ് സോങ് കൂടിയാണ്. ഇപ്പോൾ ലൈവായിട്ടൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പാടാൻ സ്റ്റേജിൽ. എനിക്ക് തോന്നിയിട്ടുള്ളത് പല പ്ലാൻസും കുറച്ച് സ്ലിപ്പായി പോയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ആലാപിലും ഒക്കെ കുറച്ച് നല്ലോണം സ്ലിപ്പായിട്ടുണ്ട്. പിന്നെ ചരണത്തിലും ലാസ്റ്റ് വരുന്നൊരു ആലാപ്പ് ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് നല്ലോണം നോട്ട്സൊക്കെ മാറിപ്പോയിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അനുപല്ലവി ചരണത്തിലും സ്റ്റാർട്ടിങ്ങിൽ ഒരു സംഗതി ഉണ്ടല്ലോ, നല്ല ട്രിക്കി സംഗതിയാണത് ശരിക്കും. അത് ലൈവായിട്ട് പാടുമ്പോൾ അത് വരാൻ നല്ല ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് നന്നായിട്ട് പാടുകയും ചെയ്തു. അപ്പോൾ എനിക്ക് എല്ലാം കൂടെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലൊരു കഴിവുള്ളൊരു സിംഗറാണ് ഷജീർ. കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവണം. പ്രാക്ടീസൊക്കെ ചെയ്താൽ എനിക്ക് തോന്നുന്നു ആ മറ്റേ സ്ലിപ്പായി പോയിട്ടുള്ള ആലാപൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് വൃത്തിയായിട്ട് പാടാൻ, ക്ലാരിറ്റിയോടുകൂടെ പാടാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പാട്ട് കേട്ടപ്പോൾ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, മൈക്ക് പൊസിഷൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാം. അപ്പോൾ ഹൈ നോട്ട്സൊക്കെ പാടുന്ന സമയത്ത് ഷജീർ ഇങ്ങനെ മൈക്ക് ഇവിടെ തന്നെ വെച്ചിട്ടാണ് പാടുന്നത്, ക്ലോസ് ആയിട്ട് വെച്ചിട്ടാണ് പാടുന്നത്. അപ്പോൾ ബേസ് പോർഷൻ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് വെക്കണം. പക്ഷേ ഹൈ നോട്ട്സൊക്കെ പാടുന്ന സമയത്ത് കുറച്ച് ഒരു ഗ്യാപ്പ് വെക്കണം, എന്നാലേ ആ കറക്റ്റ് ആ ഒരു ബാലൻസ്ഡ് ആയിട്ട് സൗണ്ട് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലൊരു സിംഗറാണ്. അപ്പോൾ കുറച്ചുകൂടെ പ്രാക്ടീസൊക്കെ ചെയ്ത് നെക്സ്റ്റ് ടൈം വരും പെർഫോം ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മൃദുല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മാർക്സ് ചോദിക്കാം അല്ലേ. ഫിറോസിക്ക? 36.5. 6.5 ഔട്ട് ഓഫ് 40. മൃദുല? ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. കോറസ് നല്ല സപ്പോർട്ടായിരുന്നു. അവർ ശ്രുതി ശുദ്ധമായിട്ടാണ് പാടിയത്. കോറസ് തെറ്റിച്ചാൽ നമുക്ക് ശ്രുതി പോയാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ അവരുടെ സപ്പോർട്ട് നല്ലതായിരുന്നു. 26.5. 26.5. നജീമുക്ക? ഔട്ട് ഓഫ് 30? 27. 27 out of 30. And the total is 90 out of 100. ഷജീർ, കഴിഞ്ഞൊരു ഘട്ടത്തിനെ വെച്ച് നോക്കുമ്പം ഇപ്രാവശ്യം മാർക്ക് കുറവല്ലേ? ഒരുപാട് കുറവുണ്ട്. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ടുകളെല്ലാം തന്നെ. ഇറ്റ്സ് ഓക്കെ, ഇനിയൊരു റൗണ്ടും കൂടെ ഉണ്ട്. ക്വാർട്ടർ ഫൈനൽസ് ആണ്. ഇനി വരുന്ന കണ്ടസ്റ്റൻസും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവർ വളരെയധികം പിടിച്ചിട്ടാണ് മാർക്കുകൾ തരുന്നത്. കാരണം ഇനിയൊരു സെമി ഫൈനൽസും പിന്നെ ഉള്ളതൊരു ഗ്രാൻഡ് ഫിനാലെയാണ്. സോ അവിടേക്ക് എത്തിപ്പെടാൻ നല്ല പാടാണ്. നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യുക. എന്തായാലും ഷജീർ വിഷമിക്കൊന്നും വേണ്ട, അടുത്തതിൽ നമുക്ക് പിടിക്കാം. അപ്പോൾ നമുക്ക് ഷജീറിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാം. ഷജീറിന് സുഖനിദ്രയ്ക്ക് 4 വിഷ് ബെഡ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റാണ് ലഭിക്കുന്നത്. താങ്ക് യു ഷജീർ. പട്ടുറുമാലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി മർഹബ. ഈ സെഗ്മെന്റിൽ പാടാനായി എത്തുന്നു നമ്മുടെ ഫേവറേറ്റ് ജഡ്ജ് ഫിറോസ് ബാബു. ഗാനപ്രിയരേ, ആസ്വാദകരേ, ഗസൽ മാല ചൂടാൻ വരൂ, മാനസ ചഷകത്തിൻ സ്വരരാഗങ്ങൾ തൻ മധുരം നേദിക്കാൻ ഗാനപ്രിയരേ, ആസ്വാദകരേ, ഗസൽ മാല ചൂടാൻ വരൂ, മാനസ ചഷകത്തിൻ സ്വരരാഗങ്ങൾ തൻ മധുരം നേദിക്കാം. ഗാനപ്രിയരേ,
ആസ്വാദകരേ. അമീർ ഖുസ്രുവും മിർസ ഗ്വാലിബും അനശ്വരമാക്കിയ ഗസലുകളെ. അമീർ ഖുസ്രുവും മിർസ ഗ്വാലിബും അനശ്വരമാക്കിയ ഗസലുകളെ. നിങ്ങൾ തൻ മുമ്പേ മലനാട്ടിലെത്തിയ, നിങ്ങൾ തൻ മുമ്പേ മലനാട്ടിലെത്തിയ നിരുപമ കവിതകൾ പാടാം ഞാൻ. ഗാനപ്രിയരേ, ആസ്വാദകരേ, ഗസൽ മാല ചൂടാൻ വരൂ. മാനസ ചഷകത്തിൻ സ്വരരാഗങ്ങൾ തൻ മധുരം നേദിക്കാം ഞാൻ. ഗാനപ്രിയരേ, ആസ്വാദകരേ. കവികൾ ഗായക നിരകൾ അനുദിനം പൂജിച്ച ഗസലുകളെ. ആയിരം കവികൾ ഗായക നിരകൾ അനുദിനം പൂജിച്ച ഗസലുകളെ. നിങ്ങൾ തൻ ശ്രുതിലയ വീണകൾ ചുംബിക്കും, നിങ്ങൾ തൻ ശ്രുതിലയ വീണകൾ ചുംബിക്കും നിരുപമ കവിതകൾ പാടാം ഞാൻ. ഗാനപ്രിയരേ, ആസ്വാദകരേ, ഗസൽ മാല ചൂടാൻ വരൂ. മാനസ ചഷകത്തിൻ സ്വരരാഗങ്ങൾ തൻ മധുരം നേദിക്കാം ഞാൻ. ഗാനപ്രിയരേ, ആസ്വാദകരേ, ഗസൽ മാല ചൂടാൻ വരൂ. മാനസ ചഷകത്തിൻ സ്വരരാഗങ്ങൾ തൻ മധുരം നേദിക്കാം.